യോഹന്നാന്റെ സുവിശേഷം 21 5 യേശു അവരോട്, കുഞ്ഞുങ്ങളെ, കൂട്ടുവാൻ വല്ലതുമുണ്ടോ എന്ന് ചോദിച്ചു. ഇല്ല എന്ന് അവർ ഉത്തരം പറഞ്ഞു. അടുത്ത വാക്യം, പടകിന്റെ വലതുഭാഗത്ത് വല വീശുവിൻ, എന്നാൽ നിങ്ങൾക്ക് കിട്ടും എന്ന് അവൻ അവരോട് പറഞ്ഞു. അവർ വല വീശി. 7 വാക്യം, യേശു സ്നേഹിച്ച ശിഷ്യൻ ആരാണ്? പറയൂ. യേശു സ്നേഹിച്ചതായ ശിഷ്യൻ ആരാണ്? യോഹന്നാൻ. യേശു സ്നേഹിച്ച ശിഷ്യൻ ദൂരത്തുനിന്ന് യേശുവിനെ നോക്കി. ബാക്കിയുള്ള ആർക്കും തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. മുകളിൽ നമ്മൾ കാണുന്നുണ്ടല്ലോ, അവർക്കാർക്കും തന്നെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. 4 വാക്യത്തിൽ കാണാൻ കഴിയും. എന്താണ് കാണുന്നത്? യേശു ആകുന്നു എന്ന് ശിഷ്യന്മാർ അറിഞ്ഞില്ല. എന്നാൽ ആരാണ് തിരിച്ചറിഞ്ഞത്? പറയുക. ആരാണ്? യോഹന്നാനാണ് തിരിച്ചറിഞ്ഞത്. എന്തുകൊണ്ട് യോഹന്നാന് തിരിച്ചറിയാൻ കഴിഞ്ഞെന്നറിയാമോ? 2 റെഫറൻസുകൾ കാണിക്കുകയാണ്. ഒന്ന്, യോഹന്നാന്റെ സുവിശേഷം 13:23. യേശുക്രിസ്തുവിന്റെ മാറത്ത് തലവെച്ചുകൊണ്ട് യോഹന്നാൻ ഇരിക്കുകയാണ്. എല്ലാവരും ഇരുന്ന് ആഹാരം കഴിക്കുമ്പോൾ യേശുക്രിസ്തുവിന്റെ അടുത്ത് യോഹന്നാൻ ഇരുന്നുകൊണ്ട് അവന്റെ നെഞ്ചിൽ തലവെച്ച് കിടക്കുകയാണ്. യേശുക്രിസ്തുവിനോട് അത്രയ്ക്ക് ചേർന്നിരുന്നവനായിരുന്നു. 2, 19 വാക്യം, യേശുവിനെ ക്രൂശിച്ചപ്പോൾ അവൻ ക്രൂശിൽ കിടക്കുന്ന സമയത്ത് അടുത്തു നിന്നതായ മറിയെ, അതായത് അവൻ്റെ അമ്മയെ നോക്കിയിട്ട് അമ്മയുടെ അടുത്ത് നിൽക്കുന്നവനായ യോഹന്നാനെ കണ്ടു. സ്ത്രീയെ, ഇതാ നിന്റെ മകൻ. ശിഷ്യനായ യോഹന്നാനെ നോക്കിയിട്ട് ഇതാ നിന്റെ അമ്മ. ബാക്കിയുള്ള ശിഷ്യന്മാരൊക്കെ കുറെയൊക്കെ ഭയന്ന് ജീവനെ വാരിപ്പിടിച്ച് ഓടിപ്പോയി. എന്നാൽ യേശുക്രിസ്തുവിനോട് ചേർന്നിരുന്നവനായ യോഹന്നാനായിരുന്നു അമ്മയുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്തത്. ആർക്കും തിരിച്ചറിയാതിരുന്നപ്പോൾ ആർ തിരിച്ചറിഞ്ഞെന്നറിയാമോ? യേശുവിനോട് ചേർന്നിരുന്ന വ്യക്തിക്കാണ് യേശുവിനെ തിരിച്ചറിയാൻ കഴിഞ്ഞത്. മാത്രമല്ല, ബാക്കിയുള്ള ആളുകൾക്ക് യേശുവിനെ പരിചയപ്പെടുത്താനും കഴിഞ്ഞു. പത്രോസിനോട് പറയുകയാണ്, പത്രോസേ, ആരാണെന്നറിയാമോ? എനിക്ക് കണ്ടിട്ട് ആളാരാണെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. നിനക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. എന്തുകൊണ്ടെന്നാൽ ആ സമയത്ത് യേശുവിനെ വിട്ട് പത്രോസ് കുറേയൊക്കെ അകന്നുപോയിരുന്നു. യോഹന്നാൻ പറയുകയാണ്, പത്രോസ് ചേട്ടാ, അത് മറ്റാരുമല്ല, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവാണ്. 7 വാക്യം, യേശു സ്നേഹിച്ച ശിഷ്യൻ പത്രോസിനോട് അത് കർത്താവ് ആകുന്നു എന്ന് പറഞ്ഞു. അത് കർത്താവ് ആകുന്നു എന്ന് ശീമോൻ പത്രോസ് കേട്ടിട്ട് താൻ നഗ്നനാകയാൽ അങ്കി അരയിൽ ചുറ്റി കടലിൽ ചാടി. ഇവിടെ അത് വായിക്കുമ്പോൾ വസ്ത്രം ഇല്ല എന്നല്ല എൻ്റെ അർത്ഥം, തുവർത്തു മാത്രമായിരിക്കാം ഉണ്ടായിരിക്കുന്നത്. എന്താണ് ഈ വസ്ത്രത്തെക്കുറിച്ച് അവിടെ ജിമിനോ എന്നാണ് ഗ്രീക്കിൽ എഴുതിയിരിക്കുന്നത്, അല്ലെങ്കിൽ ജിമിനോസ്, അതായത് അല്പമാത്രമായ. ജിംനോസ്റ്റിക്സ് കണ്ടിട്ടില്ലേ? ജിംനോഷ്യം. ജിംനോസ്റ്റിക് ചെയ്യുന്ന ആളുകൾ സ്യൂട്ടും ബൂട്ടുമൊന്നും ധരിക്കില്ല. അവർ അല്പവസ്ത്രമായിരിക്കും ധരിക്കുന്നത്. അതുപോലെ മത്സ്യം പിടിക്കുന്നതായ ആളുകളും അല്പവസ്ത്രമായിരിക്കും ധരിക്കുന്നത്. ചോദിക്കട്ടെ, മത്സ്യം പിടിക്കുന്ന ആളുകൾ വലിയ ഷർട്ടും മുണ്ടുമൊക്കെ ധരിച്ചുകൊണ്ടാണ് പോകുന്നത്. മനസ്സിലാകുന്നുണ്ടോ? അതായത് അന്ന് പത്രോസ് അല്പവസ്ത്രം മാത്രമായിരുന്നു ധരിച്ചിരുന്നത്. ചെറിയ വസ്ത്രമായിരിക്കാം ധരിച്ചിരുന്നത്, കാരണം മത്സ്യം പിടിക്കുവാനായി പോകുന്നത് കൊണ്ട്. പെട്ടെന്ന് താൻ വെള്ളത്തിലേക്ക് ചാടിയതായിട്ട് വായിക്കുന്നു. എന്നാൽ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, ആരാണ് ഈ ലോകത്ത് യേശുവിനെ പരിചയപ്പെടുത്തിയത്? യേശുവിൻ്റെ സ്നേഹത്തെ അനുഭവിച്ചവർക്ക് മാത്രമേ യേശുവിനെ ഈ ലോകത്തിന് പരിചയപ്പെടുത്തുവാൻ കഴിയുകയുള്ളൂ, അവനെക്കുറിച്ച് പറയാൻ കഴിയുകയുള്ളൂ. എന്തുകൊണ്ടെന്നാൽ യേശുക്രിസ്തു സ്നേഹിച്ചവനായ ശിഷ്യൻ ആരാണ്? യോഹന്നാൻ. യോഹന്നാന് മാത്രമേ യേശുവിനെ തിരിച്ചറിയാൻ കഴിഞ്ഞുള്ളൂ. എന്തുകൊണ്ടെന്നാൽ അവൻ യേശുവിൻ്റെ സ്നേഹത്തെ രുചിച്ചറിഞ്ഞു. ആദ്യം തിരിച്ചറിയാൻ കഴിഞ്ഞു. അതിനുശേഷം എന്താണ് ചെയ്തത്? യേശുവിനെ പരിചയപ്പെടുത്താൻ കഴിഞ്ഞു. ആരാണെന്നറിയാമോ? അത് യേശുക്രിസ്തുവാണ്. പ്രിയ സഹോദര, സഹോദരി, മാതാവായി പിതാവായി യേശുവിൻ്റെ സ്നേഹത്തെ അനുഭവിക്കുന്നില്ല എങ്കിൽ, യേശുവിൻ്റെ സ്നേഹത്തെ നീ കൈക്കൊള്ളുന്നില്ല എങ്കിൽ, യേശുവിൻ്റെ ക്ഷമയെ നീ പ്രാപിച്ചെടുക്കുന്നില്ല എങ്കിൽ,
എങ്ങനെ നിന്റെ കുട്ടികൾക്ക് യേശുവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് പറയാൻ കഴിയും? എങ്ങനെ നിന്റെ കുട്ടികളോട് യേശു ക്ഷമിച്ചതുപോലെ ക്ഷമിക്കുവാനായിട്ട് കഴിയും? എങ്ങനെ കർത്താവായ യേശുക്രിസ്തുവിനെ നിന്റെ മക്കൾക്ക് പരിചയപ്പെടുത്താൻ കഴിയും? നിന്റെ ബന്ധുക്കൾക്ക് പരിചയപ്പെടുത്താൻ കഴിയും? നിന്റെ സ്നേഹിതരെ പരിചയപ്പെടുത്തുവാൻ കഴിയും? ഒരു നിമിഷം ആലോചിക്കൂ. ഇന്ന് നിന്റെ കുടുംബം രക്ഷിക്കപ്പെടണമെങ്കിൽ ഒന്നാമതായിട്ട് നീ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സ്നേഹത്തെയും ക്ഷമയെയും രുചിച്ച് അറിയുന്നവൻ ആയിരിക്കണം. അന്ന് തോമാസ് രുചിച്ചറിയാനിടയായി. യേശു എത്ര സ്നേഹവാനാണെന്ന് വളരെ മൂഢമായി വിരൽ തൊട്ട് നോക്കാതെ യേശുവാണെന്ന് വിശ്വസിക്കില്ല എന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ മൂഢമായി പറഞ്ഞിട്ടും യേശുക്രിസ്തു എൻ്റെ പിന്നാലെ വരുവാനിടയായി. അവിടെ 11 ശിഷ്യന്മാരുണ്ടായിട്ട് 10 പേരെയും മാറ്റി നിർത്തി. വഴിതെറ്റിപ്പോയ എന്നോട് തന്നെ സംസാരിച്ചു. പ്രിയ സഹോദര സഹോദരി, ഇത്ര ആയിരക്കണക്കിന് ആളുകൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്നുവെങ്കിലും വഴിതെറ്റിപ്പോയിക്കൊണ്ടിരിക്കുന്ന നിന്നോട് തന്നെയാണ് ഇന്ന് കർത്താവ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടെന്നാൽ നീ വഴിതെറ്റിപ്പോകുന്നത് ദൈവത്തിന് ഇഷ്ടമുള്ളതല്ല. ദിനംതോറും നീ ദൈവത്തെ വിട്ട് അകന്നു പോകുന്ന കാര്യം ദൈവത്തിന് ഇഷ്ടമുള്ളതല്ല. ദിനംതോറും നീ പാപത്തിന് അടിമപ്പെട്ടു പോകുന്നത് ദൈവത്തിന് ഇഷ്ടമുള്ളതല്ല. ദിനംതോറും നിന്റെ കുടുംബജീവിതത്തെ നീ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ദൈവത്തിന് ഇഷ്ടമല്ല. ദിനംതോറും നിന്റെ ശരീരത്തെ നീ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നിന്റെ വ്യക്തിത്വത്തെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. നിന്റെ ഭാവിയെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. നിന്റെ ജീവിതത്തെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. നിന്റെ കുടുംബത്തെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. നിന്റെ വിദ്യാഭ്യാസത്തെ നശിപ്പിക്കുന്നു. നിന്റെ ആരോഗ്യത്തെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവം നൽകിയിരിക്കുന്നതായ ജോലിയെ സ്വന്തം കൈകൊണ്ട് നശിപ്പിച്ചു കളയുന്നു. അങ്ങനെ നിന്റെ ജീവിതത്തെ നീ നശിപ്പിച്ചു കളയുന്നത് ദൈവത്തിന് ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ്. ഇന്നിതാ വീണ്ടും നിന്നോട് സംസാരിക്കുകയാണ്. എൻ്റെ മകനേ, എൻ്റെ മകളേ, നീ നശിച്ചു പോകുന്നത് എനിക്ക് ഇഷ്ടമല്ല. സ്വന്തം കൈകൊണ്ട് നിന്റെ ജീവിതത്തെ നശിപ്പിക്കുന്നത് ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. ഒരു നിമിഷം എൻ്റെ കൈകളെ നോക്കുക. ഈ 2 കൈകളിലും മുറിവേറ്റിരിക്കുന്നത്, ഈ ശരീരം മുറിവേറ്റിരിക്കുന്നത് നിനക്ക് വേണ്ടിയല്ലേ? നിന്നെ പ്രാണനെപ്പോലെ സ്നേഹിച്ചതുകൊണ്ടാണല്ലോ ഈ ശരീരത്തെ ഭയങ്കരമായ ശിക്ഷയ്ക്ക് ഏൽപ്പിച്ചു കൊടുത്തത്. ഒരുപക്ഷെ എൻ്റെ ശരീരത്തെ നോക്കിയാൽ നിനക്ക് മനസ്സിലാക്കാൻ കഴിയും നിന്നെ ഞാൻ എത്രയധികം സ്നേഹിച്ചുവെന്ന്. ആ ദിവസം തോമാസ് അത്രത്തോളം സംശയിച്ചിരുന്നുവെങ്കിൽ ശരി, അവനൊറ്റയടിക്ക് തന്റെ ഹൃദയദൃഷ്ടി പ്രകാശിപ്പിക്കാനിടയായി. ഉടനെ പറഞ്ഞു, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ എന്ന് പറഞ്ഞ് കർത്താവിൻ്റെ കാൽക്കൽ വീണു. ഇന്ന് നമ്മുടെ മതിയിൽ അങ്ങനെയുള്ള ആരെങ്കിലും ഉണ്ടോ? സുവിശേഷം കേട്ടിരിക്കുന്നു, യേശുക്രിസ്തു രക്ഷകനാണെന്ന് കേട്ടിരിക്കുന്നു, ആലയത്തിലേക്ക് വരുന്നുണ്ട്, സാക്ഷ്യം കേൾക്കുന്നുണ്ട്, പാട്ടുകൾ പാടുന്നുണ്ട്, ആരാധനയിൽ പങ്കുചേരുന്നുണ്ട്. അന്ന് തോമാസും ഇവയെല്ലാം ചെയ്തതായിരുന്നു. പ്രാർത്ഥന ചെയ്തു, സുവിശേഷം അറിയിച്ചു, കർത്താവിന്റെ ശുശ്രൂഷ ചെയ്തു, ഭൂതങ്ങളെപ്പോലും പുറത്താക്കുകയും ചെയ്തു. യേശുക്രിസ്തു ലോകരക്ഷകനാണെന്ന്, ദൈവം അയച്ച ദൈവത്തിന്റെ പുത്രനാണെന്ന് വിശ്വസിച്ചു. എന്നാൽ എന്തു സംഭവിച്ചു എന്നറിയുകയില്ല. അതിന് ശേഷം തോമാസ് പിന്മാറ്റത്തിന് അനുഭവത്തിൽ പോയി. എവിടെ വരെ പോയി എന്നറിയാമോ? യേശുക്രിസ്തു ക്രൂശിൽ മരിച്ച ശേഷം ഉയർത്തെഴുന്നേറ്റു നിങ്ങളുടെ അടുക്കൽ പ്രത്യക്ഷനായി നിങ്ങളോട് സംസാരിച്ചു എന്ന് നിങ്ങൾ പറയുമ്പോൾ ഞാൻ വിശ്വസിക്കണമെന്നോ? അത്ര ദൂരം അവൻ പോകാനിടയായി. പ്രിയ സഹോദരി സഹോദര, ആലയത്തിൽ വരുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, വചനം കേൾക്കുന്നുണ്ട്, കൈകൾ കോർത്തുപിടിച്ച് പ്രാർത്ഥിക്കുന്നു, സ്തോത്രകാഴ്ച കൊടുക്കുന്നു, ദശാംശം കൊടുക്കുന്നു, സുവിശേഷത്തിൽ ഭാഗവാക്കാകുന്നു. എന്നാൽ ഒരു നിമിഷം കേൾക്കുക. വാസ്തവത്തിൽ വ്യക്തിപരമായി നിന്റെ ജീവിതം യഥാർത്ഥത്തിൽ ദൈവത്തോട് ചേർന്നാണോ, അതോ ദിനംതോറും അകന്നകന്നു പോവുകയാണോ? ഒരു നിമിഷം ചിന്തിക്കുക. ഈ ദിവസം നിന്റെ ജീവിതത്തെ ഒന്ന് നീ പരിശോധിക്കുമ്പോൾ ദൈവവേലയിൽ ഭാഗവാക്കാകുന്നു, ശുശ്രൂഷകളിൽ ഭാഗവാക്കാകുന്നു. അങ്ങനെ ചെയ്യുമ്പോഴും ഈ ദിവസം നീ ഇപ്പോഴും ലോകപ്രകാരം ജീവിക്കുന്ന വ്യക്തിയല്ലേ? ജഡത്തിന് കീഴ്പ്പെട്ട് പോകുന്നില്ലേ? കൺമോഹത്തിന് കീഴ്പ്പെട്ട് പോകുന്നില്ലേ? അശുദ്ധമായ ജീവിതമല്ലേ നിന്റെ ഹൃദയത്തിൽ നീ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്? ദൈവം പറയുകയാണ്, ഇതെത്ര കാലം? പറയൂ, ഇങ്ങനെ എത്ര കാലം നീ ജീവിക്കും? ഒരു നിമിഷം എൻ്റെ കൈകൾ നോക്കുക, നിനക്ക് വേണ്ടി എത്രത്തോളം മുറിവേറ്റിരിക്കുന്നു. എൻ്റെ ശരീരം നോക്കുക, എത്രത്തോളം ഈ ദേഹം നിനക്ക് വേണ്ടി മുറിവേറ്റിരിക്കുന്നു. തോമാസേ, അവിശ്വാസിയാകാതെ വിശ്വാസിയാകൂ എന്ന് കർത്താവ് പറയുകയാണ്. അവിശ്വാസിയാകാതെ ഞാൻ നിനക്ക് വേണ്ടി ചെയ്തതായ ത്യാഗം വിശ്വസിക്കുക. അന്ന് തോമാസ് തന്റെ തെറ്റ് മനസ്സിലാക്കി ക്ഷമ ചോദിക്കാനിടയായി. തന്നെ ഏൽപ്പിച്ച ശുശ്രൂഷ, തന്നെ ഏൽപ്പിച്ചതായ കാര്യങ്ങൾ, തനിക്ക് ലഭിച്ച വിളി ഓർത്തെടുക്കുവാനിടയായി.
കർത്താവേ എന്ന് വിളിച്ചുകൊണ്ട് യേശുവിൻ്റെ സന്നിധിയിൽ മുട്ടുകുത്തി. ഇന്ന് നമ്മുടെ മധ്യത്തിൽ അങ്ങനെയുള്ളവരുണ്ടോ? കർത്താവ് നിന്നോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ, കർത്താവ് എന്നോട് ക്ഷമിക്കണമേ, നിന്റെ സ്നേഹത്തെക്കുറിച്ച് ഞാൻ കേട്ടു, നിന്റെ സ്നേഹത്തെ ഞാൻ വിശ്വസിച്ചു, ഞാൻ നിന്റെ മകനായ മകളായി ജീവിക്കണമെന്ന് ആഗ്രഹിച്ചു പ്രാർത്ഥിച്ചു. അതുപോലെ ഞാൻ സ്നാനപ്പെടുകയും ചെയ്തു. മുടങ്ങാതെ ആലയത്തിൽ വരുന്നു, ആരാധനയിൽ പങ്കുചേരുന്നു. എന്നാൽ എന്താണെന്നറിയില്ല. ഞാൻ അറിയാതെ തന്നെ ദിനംതോറും ഞാൻ നിന്നെ വിട്ട് അകന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. മറ്റുള്ള ശിഷ്യന്മാരോടോ ദൈവദാസന്മാരോടൊന്നും കൂടിച്ചേരാതെ, അവരോടൊന്നും സംസാരിക്കാതെ, അവരോട് മനസ്സ് ചേരാതെ, പുറമേ ഒരു ഭക്തനായിട്ട്, പുറമേ ഒരു ദൈവദാസനായിട്ട് ജീവിക്കുന്ന എന്നോട് ക്ഷമിക്കണമേ. ഇങ്ങനെ ചോദിച്ചാൽ എത്ര നല്ലതാണ്. ഇത് നടന്നതായ കുറച്ച് ദിവസത്തിന് ശേഷം ഇവരെല്ലാവരും ചേർന്ന് ആരൊക്കെയാണ്? പത്രോസ് ആരാണ്? തള്ളിപ്പറഞ്ഞവൻ. തോമസ് ആരാണ്? സംശയിച്ചവൻ. ഇവരുടെ 2 പേരും അവിടെ എഴുതിയിട്ടുണ്ട്. നമുക്ക് നോക്കാം, ശ്രദ്ധിക്കുക. യോഹന്നാൻ 21:2 ശിമോൻ പത്രോസും ദിദിമോസ് എന്ന തോമസ്. ഒരാൾ നേരത്തെ തള്ളിപ്പറഞ്ഞവൻ, ഒരാളാണെങ്കിൽ നേരത്തെ സംശയിച്ചവൻ. ഇവിടെ 2 പേരുടെ പേരുകൾ എഴുതിയിരിക്കുന്നു. കഴിഞ്ഞ കുറേ ദിവസങ്ങൾക്ക് മുമ്പ് യേശുക്രിസ്തു ശിഷ്യന്മാരുടെ മുൻപിൽ പ്രത്യക്ഷനായിട്ട്, ഇതാ പിതാവ് എന്നെ എങ്ങനെ അയച്ചിരിക്കുന്നുവോ അതേപോലെ ഇപ്പോൾ ഞാനും നിങ്ങളെ അയക്കുകയാണ്. നിങ്ങൾക്ക് പ്രത്യേകമായ ഒരു ജോലി ഏൽപ്പിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് പ്രത്യേകമായൊരു ശുശ്രൂഷ തന്നിരിക്കുകയാണ്. നിങ്ങളെ ഞാൻ പ്രതിഷ്ഠിച്ചിരിക്കുന്നു, നിങ്ങളെ വേർതിരിച്ചിരിക്കുന്നു. എൻ്റെ സാക്ഷികളായി, എൻ്റെ ദൈവദാസന്മാരായി നിങ്ങളെ ഞാൻ മുദ്ര ചെയ്തിരിക്കുന്നു. മറന്നുപോകരുത്. ഞാൻ ഏൽപ്പിച്ച ഉത്തരവാദിത്തത്തെ നിങ്ങൾ മറക്കരുത്. ഞാൻ ഏൽപ്പിച്ച ശുശ്രൂഷകളെ മറന്നുപോകരുത്. സുവിശേഷം അറിയിക്കുന്നതായ ഉത്തരവാദിത്തത്തെ എന്ന് യേശു പറഞ്ഞു. അപ്പോൾ തോമസിലായിരുന്നു. എന്നാൽ തോമസ് ഉണ്ടായിരുന്ന സമയത്ത് യേശു വീണ്ടും പ്രത്യക്ഷനായി തോമസിനെയും തൻ്റെ ടീമിലേക്ക് ചേർത്തു. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞതിന് ശേഷം പത്രോസും തോമാസും, ആരൊക്കെയാണ്? പത്രോസും തോമാസും ഗലീലയിലുള്ള കാനയിലെ നഥനയേൽ എന്ന ശിഷ്യന്റെ മറ്റൊരു പേര് ചില വേദപണ്ഡിതന്മാർ പറയാറുണ്ട് ബർത്തലോമിയ എന്നാണെന്ന്. യേശുവിൻ്റെ ശിഷ്യന്മാരിൽ ഒരാളായ ബർത്തലോമിയ, നഥനയേല് ബർത്തലോമിയ തന്നെയാണ് എന്ന് പറയാറുണ്ട്. ശരി. അതുപോലെ സെബദിയുടെ മക്കൾ, അവൻ്റെ ശിഷ്യന്മാരിൽ വേറെ 2 പേരും ഒരുമിച്ച് കൂടിയിരുന്നു. അപ്പോൾ അവിടെ മൊത്തം എത്ര പേരാണ്? പറയുക. 7 പേരാണ്. എവിടെയാണ് കൂടിയിരിക്കുന്നത്? സമുദ്രതീരത്ത്. ഏതു സമുദ്രത്തിൻ്റെ തീരത്താണ്? അവിടെ തിബരിയാസ് കടൽക്കരയിൽ വെച്ച്. ഞാൻ വീണ്ടും പറയട്ടെ, തിബരിയാസ് കടൽ തീരമായിക്കൊള്ളട്ടെ, കിന്നേസരത്ത് ആയിക്കൊള്ളട്ടെ, ഗന്നേസരത്തായിക്കൊള്ളട്ടെ, ഗലീലിയ സമുദ്രമാകട്ടെ, ഇവയെല്ലാം ഒരേ സമുദ്രത്തിൽ തന്നെ പേരുകളാണ്. ഏതാണ്? പറയൂ. ഗലീലിയ സമുദ്രം. ഗലീലിയ സമുദ്രത്തിന്റെ തീരത്ത് 7 പേർ ഇരിക്കുകയാണ്. ബാക്കിയുള്ള 4 പേരും എവിടെയാണെന്ന് അറിയില്ല. എന്നാൽ ഇവിടെ 7 പേർ അവിടെ വന്ന് കൂടിയിരിക്കുകയാണ്. ഇപ്പോൾ ചോദിക്കട്ടെ, ഈ 7 പേർ അവിടെ ഇരിക്കുമ്പോൾ അവരുടെ ക്യാപ്റ്റൻ ആരായിരിക്കും? ശിഷ്യന്മാർ എല്ലാവരുടെയും ക്യാപ്റ്റൻ, നേതാവ് ആരായിരിക്കും? പത്രോസല്ലേ? ഇപ്പോൾ പത്രോസ് എന്തു ചെയ്യണം? ശിഷ്യന്മാർ എല്ലാവരും വന്ന് കൂടിയിരിക്കുന്ന സമയത്ത് പറയണം, നോക്കൂ, യേശുക്രിസ്തു ദൈവത്തോടുള്ള സമത്വത്തെ ഉപേക്ഷിച്ച് വിട്ടിട്ട് മഹിമാസ്വരൂപിയായ യേശു ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. അവൻ ദാസരൂപം എടുത്തു, തന്നെ ഏൽപ്പിച്ചു കൊടുത്തു, താൻ താഴ്ത്തുവാനിടയായി. നമ്മുടെ കൺമുൻപിൽ വെച്ച് തന്നെ അവനെ ക്രൂശിച്ചു. നമ്മുടെ കണ്ണുകൾ കൊണ്ട് കണ്ടതാണ്. അവൻ ഉയർത്തെഴുന്നേറ്റ് നമുക്ക് മുമ്പിൽ പ്രത്യക്ഷനായി. നമ്മൾ ചെയ്യേണ്ടതായ കാര്യങ്ങളെ അവൻ കൽപ്പിച്ചു നമുക്ക് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ പോയി സുവിശേഷം അറിയിക്കുകയെന്ന്. അതുകൊണ്ട് നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന സുവിശേഷ ദൗത്യം, അതുപോലെ നമുക്കറിയാവുന്ന ഈ സുവിശേഷം ലോകത്തോട് നമുക്ക് വിളിച്ചു പറയാം. അതുകൊണ്ട് നമ്മളെല്ലാവരും ചേർന്ന് യേശുവിൻ്റെ സുവിശേഷം ലോകത്തെ അറിയിക്കാൻ ബാധ്യസ്ഥരാണ്. എന്തു പറയുന്നു നഥനയേലേ? അതെ, നമ്മൾ ഉറപ്പായിട്ടും സുവിശേഷ വേല ചെയ്യണം. തോമസ് എന്തു പറയുന്നു? അവിശ്വാസത്താൽ ആടിയുലഞ്ഞവനായ എന്നെ യേശു മനസ്സലിഞ്ഞ് എന്നെ സ്നേഹിച്ച് എൻ്റെ അവിശ്വാസം എടുത്തുമാറ്റി എന്നോട് ബുദ്ധി ഉപദേശിച്ചു. പത്രോസേ, ആ യേശുക്രിസ്തുവിനെ ലോകത്തിന് പ്രസംഗിക്കണം.
നമുക്ക് പരിചയപ്പെടുത്തണം. ഇങ്ങനെയല്ലേ പറയേണ്ടിയിരുന്നത്. എന്നാൽ എന്ത് സംഭവിച്ചെന്നറിയില്ല. എല്ലാവരും കൂടിയിരിക്കുകയാണ്. എല്ലാവരും മൗനമായിരിക്കുകയാണ്. പെട്ടെന്ന് പത്രോസ് പറയുകയാണ്, ശരി, ഞാനൊരു പണി ചെയ്യാൻ പോവുകയാണ്. തോമസ് ചോദിച്ചു, എന്താണ്? ബാക്കിയുള്ള 5 പേരും, പത്രോസ് എന്ത് ചെയ്യാൻ പോവുകയാണ് ഇപ്പോൾ? പ്രസംഗിക്കാൻ പോവുകയാണോ? അതോ യെരൂശലേം പട്ടണത്തിലേക്ക് ചെന്നിട്ട് ധൈര്യത്തോടെ എല്ലാവരുടെയും മുൻപിൽ നിന്ന്, ഏതു ക്രിസ്തുവിനെയാണോ നിങ്ങൾ ക്രൂശീകരിച്ചത്, ആ ക്രിസ്തുവിന്റെ സാക്ഷികളാണ് ഞങ്ങൾ, ഇങ്ങനെ ധൈര്യത്തോടെ സുവിശേഷം പ്രസംഗിക്കാൻ പോവുകയാണോ? എന്തു ചെയ്യാൻ പോവുകയാണ്? എല്ലാവരും വളരെ ആഗ്രഹത്തോടുകൂടി പത്രോസിനെ നോക്കിയപ്പോൾ, പത്രോസ്, ഞാൻ മീൻ പിടിക്കാൻ പോവുകയാണ്. എന്തിനു വേണ്ടിയാണെന്നാണ്? മീൻ പിടിക്കാൻ പോവുകയാണ്. ഒരു ഹംസം സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വന്നു. ഇറങ്ങി വന്നിട്ട് ഭൂമിയിലെ കൊക്കിനെ കണ്ടിട്ട്, കൊക്കേ, അയ്യോ കൊക്കേ, എത്ര മനോഹരമായിരിക്കുന്നു, സ്വർഗം എത്ര മനോഹരമാണെന്നറിയാമോ? അയ്യോ എത്ര മനോഹരമാണ്, സ്വർഗം എത്ര മനോഹരമാണെന്നറിയാമോ? എനിക്കത് വർണ്ണിക്കാൻ പോലും കഴിയുന്നില്ല, എത്ര മനോഹരമാണെന്നറിയാമോ? ഇങ്ങനെ കൊക്കിനോട് പറഞ്ഞപ്പോൾ കൊക്ക് അതിനെ അടിമുടി 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 നോക്കിയിട്ട് ചോദിക്കുകയാണ്, അവിടെ പരൽമീനുകളുണ്ടോ? എന്താണ്? പരൽമീനുകളുണ്ടോ? കൊഞ്ചുണ്ടോ? ഇതിനെന്താണ് വേണ്ടത്? കൊക്കിനെ ഈ മത്സ്യത്തെ അല്ലാതെ വേറെ ഒന്നിനെയും ആവശ്യമില്ല. സ്വർഗത്തിൽ നിന്ന് വന്നിട്ട് എത്ര മനോഹരമെന്നറിയാമോ? കൊക്കിനെന്താണ് വേണ്ടത്? അവിടെ മനോഹരമാണ്. ആ ശരി, അവിടെ പരൽമീനുകളുണ്ടോ? ഇത് കേൾക്കുമ്പോൾ നമുക്ക് ചിരി വരുമോ ഇല്ലയോ? ദൈവം വലിയ ശുശ്രൂഷ കൊടുത്തുകൊണ്ട്, വലിയ വേലയേൽപ്പിച്ചുകൊണ്ട്, സുവിശേഷം അറിയിക്കാൻ നിങ്ങൾ പോകുക, ചെന്ന് സുവിശേഷം പ്രസംഗിക്കുക എന്ന് പറഞ്ഞപ്പോൾ പത്രോസ് പറയുകയാണ്, ഞാൻ മീൻ പിടിക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞപ്പോൾ അടുത്തിരിക്കുന്നതായ വ്യക്തികളെങ്കിലും, എന്താണ് പത്രോസ്, എന്താണ് ഈ പറയുന്നത്? മീൻ പിടിക്കാൻ പോവുകയാണെന്നോ? നമ്മുടെ ജോലി എന്താണ്? നമുക്ക് ലഭിച്ച ശുശ്രൂഷകൾ എന്താണ്? എന്തിനാണ് നമ്മെ വിളിച്ചിരിക്കുന്നത്? വലകൾ വിട്ടിരിക്കുന്നു, പടക് നമ്മൾ ഉപേക്ഷിച്ചിരിക്കുന്നു, പഴയ വ്യാപാരത്തെ നമ്മൾ ഉപേക്ഷിച്ചിരിക്കുന്നു. പത്രോസ് ചേട്ടാ, നിങ്ങൾ ഓർക്കുന്നുണ്ടോ? എന്താണ്? നേരത്തെ ഇതുപോലെ നിങ്ങൾ എന്താണ് ചെയ്തത്? ദൈവവേലയെ ഉപേക്ഷിച്ചിട്ട് വീണ്ടും വല എടുക്കാനിടയായി, മീൻ പിടിക്കണമെന്നൊക്കെ നീ പറഞ്ഞു. ആ രാത്രിയിൽ എന്താണ് സംഭവിച്ചത്? നമുക്കാർക്കും ഒരു മത്സ്യത്തെ പോലും പിടിക്കാൻ കഴിഞ്ഞില്ലല്ലോ. എവിടെയാണത്? ലൂക്കോസിന്റെ സുവിശേഷം 5-ാമത്തെ അധ്യായത്തിലാണത്. അതിനു മുമ്പും പത്രോസ് ഇതുപോലെ തന്നെ ചെയ്തു. പെട്ടെന്ന് എന്തു തോന്നിയെന്നറിയുകയില്ല, യേശുവിനെ വിട്ടുകളഞ്ഞു. ഇന്ന് നമ്മുടെ മധ്യത്തിൽ ആരെങ്കിലും ഉണ്ടോ? അതുവരെ ഒരു കുഴപ്പവുമില്ല. അപ്പോൾ വരെ നല്ല ആത്മീയതയിലായിരിക്കും, അപ്പോൾ വരെയും വളരെ ഉണർവോടെയായിരിക്കും. എന്നാൽ എന്ത് സംഭവിച്ചു എന്നറിയില്ല. പെട്ടെന്ന് മൂഡ് മാറിപ്പോകും, പെട്ടെന്ന് മനസ്സ് മാറിപ്പോകും. പത്രോസേ, നീ യേശുവിനു വേണ്ടി ഉണർവോടെ ജീവിക്കേണ്ടിയിരുന്നവൻ, നീ ദൈവത്തെ വിട്ടകന്നു പോവുക മാത്രമല്ല, നിന്നോടൊപ്പം മറ്റുള്ളവരെയും പുറത്തേക്ക് കൊണ്ടുപോവുകയാണോ? ഇന്ന് നമ്മുടെ മധ്യയിൽ അങ്ങനെയുള്ളവരുണ്ടോ? ശുശ്രൂഷയിൽ ഭാഗവാക്കാകുന്ന ആരെങ്കിലും അങ്ങനെയുള്ള സാഹചര്യത്തിലായിരിക്കുന്നുണ്ടോ? നീ ദൈവത്തെ വിട്ടകന്നു പോവുക മാത്രമല്ല, നിന്നോടൊപ്പം 4 പേരെയും കൊണ്ടുപോകുന്നുണ്ടോ? നീ കറങ്ങി നടക്കുക മാത്രമല്ല, നിന്നോടൊപ്പം മറ്റുള്ളവരെയും കൂട്ടുന്നുണ്ടോ? നീ വഴിതെറ്റി പോലെ മറ്റുള്ളവരെ നീ വഴിതെറ്റിക്കുന്നുണ്ടോ? അത് നല്ലതല്ല കേട്ടോ, നല്ലതല്ല. പത്രോസിന്റെ വാക്ക് കേട്ടുകൊണ്ട് അവർ എല്ലാവരും ചേർന്ന് പടകും വലയും എടുത്ത് മീൻ പിടിക്കാൻ വേണ്ടി പോയി. എന്നാൽ രാത്രി മുഴുവനും അധ്വാനിച്ചിട്ടും അവർക്കൊരു മത്സ്യത്തെ പോലും കിട്ടിയില്ല. കേൾക്കുന്നുണ്ടോ സഹോദര, സഹോദരി? നമ്മുടെ ജീവിതത്തിൽ യേശുവിന്റെ സ്നേഹത്തെ രുചിച്ചറിഞ്ഞതിന്റെ ശേഷം, അവന്റെ ക്ഷമ പ്രാപിച്ചെടുത്തതിന്റെ ശേഷം, അവന്റെ പൈതങ്ങളെ നമ്മൾ മുദ്ര ചെയ്യപ്പെട്ടതിന്റെ ശേഷം, ആരോ പരിശോധിച്ചു, ആരോ ആകർഷിച്ചു, ആരോ വശീകരിച്ചു, അവരെന്നെ വലിച്ചതുകൊണ്ടാണ്, അവരെന്നെ നിർബന്ധിച്ചതുകൊണ്ടാണ്, പ്രേരിപ്പിച്ചതുകൊണ്ടാണ്. ഇങ്ങനെ എത്ര കഥകൾ പറഞ്ഞാലും നീ ദൈവത്തെ വിട്ടകലുകയാണെങ്കിൽ, അവന്റെ ശുശ്രൂഷയെ വിട്ടകലുകയാണെങ്കിൽ, അവസാനം ബാക്കിയാകുന്നത് പൂജ്യമായിരിക്കും. വചനത്തിൽ പറയുന്നുണ്ട്, യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 5-ാമത്തെ വാക്യത്തിൽ, എന്നെ വിട്ട് നിങ്ങൾക്ക് ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല. പ്രിയ സഹോദര, സഹോദരി, കേൾക്കുക, നമുക്കാർക്കും തന്നെ ദൈവത്തെ വിട്ടകന്നുകൊണ്ട് ഒന്നും ചെയ്യുവാനായി കഴിയില്ല. ദൈവം നിനക്ക് നൽകിയിരിക്കുന്നതായ രക്ഷയുടെ സന്തോഷം, നിനക്ക് നൽകിയിരിക്കുന്നതായ ശുശ്രൂഷ, നിന്നെ ഏൽപ്പിച്ചിരിക്കുന്നതായ ദൈവവേല, നൽകിയിരിക്കുന്ന വിശുദ്ധി, അത് പണയപ്പെടുത്തി നീ ഒരടി
പുറത്തേക്ക് പോയാൽ കേൾക്കുക, നിന്റെ ജീവിതം ശൂന്യമാകും, നിന്റെ വയറ് ശൂന്യമാകും, നിന്റെ വലകൾ ശൂന്യമായി പോകും, നിന്റെ ജോലി വ്യർത്ഥമായിത്തീരും, നിന്റെ വ്യാപാരം ശൂന്യമായിത്തീരും, നിന്റെ ഭവനം ശൂന്യമായിത്തീരും. ആ ദിവസം പത്രോസും ഈ ശിഷ്യന്മാരെല്ലാവരും യേശു അവരെ ഏൽപ്പിച്ചതായ ശുശ്രൂഷയെ, ദൈവവേലയെ, സുവിശേഷത്തിന്റെ ബാധ്യതയെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് വീണ്ടും വ്യാപാരം ആരംഭിച്ചു. വലയെടുത്ത് മത്സ്യം പിടിക്കുവാനായി പോയ സമയത്ത് അവർക്ക് ഒരു മീനെ പോലും പിടിക്കാൻ കഴിഞ്ഞില്ല. ചോദിക്കട്ടെ, ഇന്ന് നമ്മുടെ മധ്യയിൽ അധ്വാനിക്കുന്നതായ ആളുകളില്ലേ? ഉണ്ട്. നിങ്ങൾ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്, വിയർപ്പൊഴുക്കി ജോലി ചെയ്യുന്നുണ്ട്, എല്ലുനുറുങ്ങി പണിയെടുക്കുന്നുണ്ട്. രാവും പകലും നിങ്ങൾ കഷ്ടപ്പെട്ടിട്ടും എത്ര അധ്വാനിച്ചിട്ടും എന്താണ് നേടുന്നത്? പറയുക. പണം മിച്ചപ്പെടുത്താനായി കഴിയുന്നുണ്ടോ? ഇല്ല ബ്രദർ. ബാങ്ക് ബാലൻസ് നിങ്ങൾക്ക് കൂട്ടാനായിട്ട് കഴിയുന്നുണ്ടോ? ഇല്ല ബ്രദർ. ഭാര്യയെയും മക്കളെയും ഒരു കുറവും കൂടാതെ അവരെ നോക്കുവാനായിട്ട് കഴിയുന്നുണ്ടോ? വളരെ ബുദ്ധിമുട്ടാണ് ബ്രദർ. മക്കൾ പറയുന്ന ആഗ്രഹങ്ങൾക്ക് നിറവേറ്റാൻ കഴിയുന്നുണ്ട്? എവിടെയാണ് ബ്രദർ? ദിനംതോറും കടഭാരം കൂടിക്കൊണ്ടേയിരിക്കുന്നു, പലിശ അടയ്ക്കാൻ പോലും തികയുന്നില്ല. ആഴ്ചയിൽ 1-2 പ്രാവശ്യമെങ്കിലും വീട്ടിലേക്ക് മത്സ്യമോ മാംസമോ ഒക്കെ വാങ്ങുവാനായിട്ട് കഴിയുന്നുണ്ടോ? എവിടെയാണ് ബ്രദർ? ചോറ് കഴിക്കുന്നതിനെ ബുദ്ധിമുട്ടാണ്. എന്തുകൊണ്ടാണ്? രാവും പകലും കഷ്ടപ്പെട്ട് എല്ലുനുറുങ്ങെ പണിയെടുത്തിട്ട് നിനക്ക് എന്തുകൊണ്ടതിൻ്റെ പ്രതിഫലം കാണാൻ കഴിയുന്നില്ല? നല്ലോണം പഠിച്ചിട്ടുണ്ട്, സർട്ടിഫിക്കറ്റുകളുണ്ട്, ഫയലിൽ സർട്ടിഫിക്കറ്റുകളുണ്ട്, എത്രയോ ഓഫീസുകളാണ് കയറിയിറങ്ങുന്നത്. എന്തുകൊണ്ട് ജോലി ലഭിക്കുന്നില്ല? എന്തുകൊണ്ടാണ് നിന്റെ ജീവിതത്തിൽ നീ ആഗ്രഹിച്ചത് നേടാൻ കഴിയാതെ ജീവിതത്തിൽ നിരാശയിലും ആകുലതയിലുമായിരിക്കുന്നത്? കാരണമറിയാമോ? ദൈവം നിന്നോട് പറഞ്ഞതൊന്ന്, നീ ചെയ്യുന്നത് മറ്റൊന്ന്. അവൻ്റെ വാക്ക് കേട്ടാൽ മതി, അവൻ പറയുന്നത് നീ ചെയ്താൽ മതി. പത്രോസിനോടൊപ്പം ഉണ്ടായിരുന്ന 6 പേരും ചേർന്ന് മത്സ്യം പിടിക്കുവാൻ വേണ്ടി രാത്രിയിൽ പോയപ്പോൾ ഒരു മത്സ്യത്തെപ്പോലും ലഭിക്കാതിരുന്നപ്പോൾ, നിരാശയോടെ ദുഃഖത്തോടെ അവർ ഭാരപ്പെട്ടിരുന്ന സമയത്ത്, ആകുലപ്പെട്ടിരുന്ന സമയത്ത് അവർക്കൊരു സ്വരം കേൾക്കുവാനിടയായി. അവർ ഒരു ശബ്ദം കേട്ടു. അതെന്തായിരുന്നു? 3-ാം വാക്യത്തിൽ പറയുന്നു, ശിമോൻ പത്രോസ് അവരോട്, ഞാൻ മത്സ്യം പിടിപ്പാൻ പോകുന്നു എന്ന് പറഞ്ഞു. ഞങ്ങളും പോരുന്നു എന്ന് അവരും പറഞ്ഞു. അവർ പുറപ്പെട്ട് പടക് കയറിപ്പോയി. ആ രാത്രിയിൽ ഒന്നും പിടിച്ചില്ല, ഒന്നും കിട്ടിയില്ല. പത്രോസ് വഴിതെറ്റി, ബാക്കിയുള്ള ശിഷ്യന്മാരെയും വഴിതെറ്റിച്ചു. വഴിതെറ്റിയ ആളുകൾ, തന്നിൽ ആശ്രയിച്ച് വഴിതെറ്റിപ്പോയ ആളുകൾ, അവർക്കൊന്നും നേടാൻ കഴിയില്ല. പ്രിയമകനെ, മകളെ, വഴിതെറ്റിപ്പോകരുത്. യേശുവിൻ്റെ വചനത്തെ മറികടക്കരുത്. യേശുക്രിസ്തുവിൻ്റെ വചനത്തിന് വിരുദ്ധമായി ജീവിക്കരുത്. ദൈവ ഇഷ്ടത്തിന് എതിരായിപ്പോയാൽ നിനക്ക് നഷ്ടമുണ്ടാകും. നിന്റെ ജഡം നിന്നെ പരീക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ, നിനക്ക് മനസ്സില്ലാതിരിക്കുമ്പോൾ, എന്തുകൊണ്ടോ നിന്റെ മനസ്സിൽ വിഷമമുണ്ടാകുമ്പോൾ, കേൾക്കുന്നുണ്ടോ? അന്ന് പത്രോസിന് ദൈവവേല ചെയ്യുവാൻ മനസ്സില്ലാതെ എന്തു ചെയ്തു? മീൻ പിടിക്കാനായി പോയി. എന്തുകൊണ്ടെന്നാൽ, എനിക്ക് ദൈവവേല ചെയ്യാൻ ഒരു താല്പര്യമില്ല, ഇൻട്രസ്റ്റ് ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് നീ ദൈവമേൽപ്പിച്ച ശുശ്രൂഷയെ വിട്ടുകളയുകയാണോ? നിന്റെ ആത്മീയതയെ നീ പണയപ്പെടുത്തുകയാണോ? നല്ലതല്ല കേട്ടോ. കർത്താവ്, നിന്റെ അടുക്കിലേക്ക് എന്നെ നീ ചേർക്കണമേ. നിന്റെ ഹൃദയ സ്പന്ദനം കേൾക്കുവാൻ കഴിയുന്ന ആത്മീയത എനിക്ക് തരണമേ. നിന്റെ മാർത്ത് തല ചായ്ക്കുന്ന ഒരു ആത്മീയത എനിക്ക് നൽകണമേ. നിന്റെ സ്നേഹത്തെ രുചിച്ചറിഞ്ഞ് ലോകത്തിന് പങ്കുവയ്ക്കുവാനുള്ള കൃപ എനിക്ക് നീ നൽകണമേ. കർത്താവേ, ഇതാ 2 കരങ്ങളും കൂപ്പിക്കൊണ്ട് സ്തോത്രവും സ്തുതിയും അർപ്പിക്കുകയാണ്. നിന്റെ സ്നേഹത്തെ ഓർത്ത് സ്തുതിക്കുകയാണ്, നിന്റെ ക്ഷമയോർത്ത് സ്തുതിക്കുകയാണ്, നിന്റെ രക്ഷയെ ഓർത്ത് സ്തുതിക്കുകയാണ്. സ്വർഗത്തിൽ ഞങ്ങളുടെ പേരുകൾ എഴുതിയിരിക്കുന്നത് കൊണ്ട് നന്ദി കരയേറ്റുന്നു. ഞങ്ങളുടെ കുടുംബത്തെ രക്ഷിച്ചതോർത്ത് നിന്നെ സ്തുതിക്കുകയാണ്. ഞങ്ങളുടെ മക്കളെ രക്ഷിച്ചതോർത്ത് നിന്നെ സ്തുതിക്കുകയാണ്. എന്നെ കേൾക്കുന്ന എല്ലാ ദൈവമക്കളുടെ പേരുകളും ജീവന്റെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിക്കൊണ്ട് നിന്റെ സ്നേഹത്തെ രുചിച്ചറിഞ്ഞതായ ഞങ്ങൾ അനേകരോട് നിന്റെ സ്നേഹത്തെ പങ്കുവയ്ക്കാനുള്ള കൃപ, അതുപോലെ സ്നേഹിക്കുന്ന നിന്നെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തുവാനുള്ള ഭാഗ്യമുള്ളവരായി ഞങ്ങളെല്ലാവരെയും മാറ്റിയെടുക്കണമേ എന്ന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ. ആമേൻ.